ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. അപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് സഭകളോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ കഴിയും. അല്ലെ, തന്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്: ജ്ഞാനത്തോട് പ്രസംഗിക്കുന്ന ഒരു ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല, വശീകരണ വാക്കുകളിലൊന്നും എനിക്കില്ല. ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവേശു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവേശുവാണ്. അതാണ് അതിന്റെ മർമ്മം, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവേശു. കാരണം ദൈവം മനുഷ്യാവതാരത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശം തന്നെ ക്രൂശിക്കപ്പെടുവാനാണ്. അപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് മനസ്സിലായ മർമ്മമാണ്: എനിക്ക് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ വേറൊന്നും പ്രസംഗിക്കുവാനില്ല. നിങ്ങൾക്ക് നിങ്ങളോട് തമാശ പറയാനോ അല്ലെങ്കിൽ നിങ്ങളിൽ എന്തെങ്കിലും അപകരിഞ്ഞു വാങ്ങിക്കുവാൻ നിങ്ങളെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കും. എനിക്കിതൊന്നും വശമില്ല. വശീകരണത്തോട് എനിക്ക് സംസാരിക്കുവാൻ അറിയില്ല, എനിക്ക് പ്രസംഗിക്കുവാനും അറിയില്ല. ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെ തമാശ രൂപത്തിലോ അല്ലെങ്കിൽ നിങ്ങളെ ആകർഷിക്കത്തക്കുള്ള പ്രസംഗ വൈഭവമൊന്നും എനിക്കില്ല. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അതേപോലെ അവനെ ആ ക്രൂശിത രൂപത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് നിഷ്കളങ്ക മനസ്സോടെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് ക്ലേശം. ഇതാണ് അപ്പോസ്തലനായിരിക്കും അവന് മനസ്സിലായ ഒരു മർമ്മമുണ്ട്. കാരണം അവൻ ന്യായപ്രമാണത്തിന്റെ സകലതും അവനറിയാം, അവൻ ആരായിരുന്നു. അപ്പോസ്തലൻ തന്നെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്: സഭകൾ തങ്ങളിൽ ചിലരൊക്കെ വലിയവരാണെന്ന് പറയുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്. തന്റെ ജീവിതാനുഭവം, തന്റെ ഒരു ബയോഗ്രഫി അങ്ങനെ അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് സകലത്തിലും ശ്രേഷ്ഠനായിരുന്നു. അപ്പോസ്തലരുടെ പുസ്തകം 13-ാം അധ്യായം മുതലാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എന്ന ഹീറോയുടെ വ്യക്തിത്വത്തെ കുറിച്ചും അവനിൽ കൂടെ വെളിപ്പെട്ട ദൈവപ്രവൃത്തിയെ കുറിച്ചും. അതുവരെയും പത്രോസ് ആയിരുന്നു പുതിയ നിയമസഭയുടെ നായകനും നടത്തിപ്പുകാരനുമായി നിന്നിരുന്നത്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ അത്ഭുതകരമായ 13-ാം അധ്യായത്തിൽ എങ്ങനെയാണ് ഈ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ, അതിനു മുമ്പ് കർത്താവിനെ തെരഞ്ഞെടുത്തു, അതൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഈ ശുശ്രൂഷയ്ക്കായി അവനെ ആ ഒരു ഐക്യപ്പെടുന്ന ഒരു പ്രത്യേക സന്ദർഭമുണ്ട്. അത് 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അന്ത്യോക്യ സഭയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ശൗലിനെയും അല്ലെങ്കിൽ പൗലോസിനെയും ബർന്നബാസിനെയും വേലയ്ക്കായി അയക്കുവാൻ ആ സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജ്യത്തിന്റെ ഉന്നത കുലജാതരും ഔദ്യോഗിക മണ്ഡലത്തിൽ ശ്രേഷ്ഠരായിരിക്കുന്ന പലരും അവിടെ ഉണ്ടായിരുന്നു. അവർ പ്രവാചകന്മാരുണ്ടായിരുന്നു, ദൈവത്തെ ഘോഷിക്കുന്ന സുവിശേഷ പ്രവർത്തനം നടത്തുന്നവരുണ്ടായിരുന്നു. ഇങ്ങനെ ചിലരുടെ പേരുകൾ അവിടെ പ്രത്യേകമായി എഴുതിയിട്ടുണ്ട്. ബർന്നബാസ്, ഷീമോന്, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, ആരായിരുന്നു അവരെ? ഉപവസിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരുമായിരുന്നു. ആരാണ്? ഇടപ്രഭുവായിരിക്കുന്ന ഹേരോദാവിനോട് കൂടെ അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരനായിരിക്കുന്ന ഒരു വിശുദ്ധനായ മനുഷ്യനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ പ്രവാചകനുമായിരുന്നു എന്ന് പറയുന്നു. ഇവരെല്ലാം കർത്താവിനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശൗലിനെയും ബർന്നബാസിനെയും എനിക്കായി വിളിച്ച വേലയ്ക്ക് അവരെ വേർതിരിക്കണമെന്ന് പരിശുദ്ധാത്മാവരോട് സംസാരിക്കുകയും പിന്നത്തേതിൽ അവരെന്ത് ചെയ്തു? ഉപവസിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചിട്ടാണ് ഇവരെ വേലയ്ക്കായിട്ട് അയക്കുന്നത്. നോക്കണേ, തെരഞ്ഞെടുപ്പ് വരുന്ന ഓരോ വിധങ്ങൾ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവനോ അഭിഷിക്തനോ നമുക്കൊക്കെ അറിയാം. പക്ഷെ പിന്നത്തേതിലും സഭയുടെ ക്രമം അനുസരിച്ച് എങ്ങനെയാണ് ഇവർ അപ്പോൾ അതിശ്രേഷ്ഠന്മാരായിരിക്കുന്ന ഒരു 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 ജനത്തെ അല്ലെങ്കിൽ ശൗലിനെ അല്ലെ പൗലോസിനെ നമുക്ക് കാണും. പൗലോസ് ആരായിരിക്കുന്നത്? വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചെന്നാണ് തിയോളജിസ്റ്റ് അതേക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം ഒരു വലിയ എഞ്ചിനീയർ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ കൂടാരപ്പണിയിൽ അദ്ദേഹത്തെ വെല്ലുവാൻ സിവിൽ എഞ്ചിനീയറിംഗിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു. അത് മാത്രമല്ല, ഗമാലിയേലിന്റെ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ വിധത്തിലുള്ള വിദ്യയും അഭ്യസിച്ചും അതിനപ്പുറമായ അദ്ദേഹത്തിന്റെ ബോണസ്, അദ്ദേഹം ഒരു റോമാ പൗരനായിരുന്നു. എന്നിട്ടും അദ്ദേഹം പറയുന്നത്, ജ്ഞാനമല്ല ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്, വശീകരണ വാക്കുകളല്ല ഞാൻ ഉപയോഗിക്കുന്നത്, ഇവിടെ ഞാൻ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. പിന്നെ എന്റെ പ്രസംഗം എങ്ങനെയാണെന്നറിയാമോ?
കൊരിന്ത്യരോട് പറയുകയാണ്, ആത്മാവിന്റെ ശക്തിയിലാണ് എൻ്റെ പ്രസംഗങ്ങളെന്ന് നമുക്കവിടെ കാണുവാനായി കഴിയുന്നു. അതായത് അതിന്റെ 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മശക്തിയിൽ അത്ഭുതങ്ങൾ ചെയ്ത് ജീവിച്ചു. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായം വായിക്കുമ്പോൾ ത്രോവാസിൽ നടന്ന ഒരു പ്രത്യേക സംഭവത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തനിക്ക് വലിയ പീഡകളും കഷ്ടങ്ങളും അതിന് മുമ്പേ ഉണ്ടായി, അവസാനം അവിടെ നിന്നെല്ലാം ദൈവം അദ്ദേഹത്തെ രക്ഷിച്ച് ത്രോവാസ് പട്ടണത്തിൽ കൊണ്ടുവന്നു. ത്രോവാസിലെ സഭയിൽ അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിന് യാത്ര പുറപ്പെടണം. യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ത്രോവാസിലുള്ള സഭാവിശ്വാസികളെ അദ്ദേഹം ദൈവത്തെങ്കിൽ ഉറച്ചു നിൽക്കുവാൻ ഉത്ബോധിപ്പിച്ചുകൊണ്ട് തന്റെ സാക്ഷ്യങ്ങളും ദൈവവചനത്തിന്റെ ശക്തിയും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശക്തിയെ കുറിച്ചുമൊക്കെ പ്രസംഗിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. പാതിരാവോളം പ്രസംഗിച്ചു. 3-ാം നിലയിൽ ജനലിന്റെ അരികിൽ ഇരുന്ന ഒരു ചെറുപ്പക്കാരൻ അപ്പനും അമ്മയും വിളിച്ചോണ്ട് വന്നു, എടാ വീട്ടിൽ ഫോണെ കുത്തിക്കൊണ്ടിരിക്കാതെ അല്ലെങ്കിൽ ലാപ്ടോപ്പിനകത്ത് അതും ഇതും കണ്ടുകൊണ്ടിരിക്കാതെ വാ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അല്ലെങ്കിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ദൈവമനുഷ്യനോടെ വന്നിരിക്കുന്നു. രാജ്യങ്ങളെ താണ്ടി സുവിശേഷം അറിയിച്ച് വന്നിരിക്കുകയാണ്. വലിയ പ്രതിസന്ധികൾ കൂടെ ഒക്കെ കടന്നു മരണത്തിൽ നിന്ന് ദൈവം അദ്ദേഹത്തെ വിടുവിച്ചു. അതിനു മുമ്പ് മരണത്തിൽ നിന്ന് അദ്ദേഹത്തെ വിടുവിച്ചതാണ്, 3-ാം സ്വർഗത്തോളം പോയതാണ്. അദ്ദേഹത്തെ ഒന്ന് കാണുമ്പോ പ്രസംഗം കേൾക്കാന്ന് പറഞ്ഞ് കൊച്ചിയക്കനെ വിളിച്ചോണ്ട് വന്ന്, നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്ന്. ഇവനെ ത്രോവാസ് പട്ടണമാ, തെരുവീതിയിൽ അവിടെ എഴുതിയിരിക്കുന്നത് ആ മാളികയിൽ ഒരു അനവധി വിളക്കുകളുണ്ട് എന്ന് പറയുമ്പോൾ ഏതോ പട്ടണത്തിന്റെ വലിയ ഹൈവേയുടെ സൈഡിലുള്ള വലിയൊരു മാളിക, 3 നില കെട്ടിടം എന്ന് പറഞ്ഞ ഒരു 3 സ്റ്റാറിന്റെ പ്രൗഢിയൊക്കെ ഉണ്ടായിരിക്കുമെന്നാണ് അതിന്റെ വർണ്ണന കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ. അപ്പൊ തെരുവിൽ കൂടി കടന്നു പോകുന്ന, ബാറിൽ പോകുന്ന, പബ്ബിൽ പോകുന്ന, നൈറ്റിൽ സഞ്ചരിക്കുന്നവർ, ആമീസൂത്രം ഷോപ്പിങ്ങിന് പട്ടണത്തിൽ പോകുന്നവർ, സ്ത്രീകള്, പുരുഷന്മാർ, പെൺകുട്ടികൾ, ആണുങ്ങൾ, ആമീസൂത്രം ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ജനലിരിക്കുകയാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവിടെ കൂടി വന്ന് വിശുദ്ധന്മാരോട് തന്റെ അനുഭവങ്ങൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ നല്ലതായിട്ടൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച് ഈ വഴിപോക്കരെയൊക്കെ കണ്ട് വേഷഭൂഷാദികളൊക്കെ കണ്ട് ഈ കൊച്ചിയൊക്കെ ഇങ്ങനെ ഇവനെക്കാരൻ ഇങ്ങനെ അങ്ങോട്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ ഇവരുടെ ബ്ലഡ് അങ്ങോട്ട് ഇവന്റെ തലയിലോട്ട് കയറി ഇവന് നന്നായിട്ട് ഉറക്കം വന്നു കഴിഞ്ഞപ്പോൾ ആമീസൂത്രം ഇരുന്നിടത്തുനിന്ന് ബോഡി അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിന്റെ ബാലൻസ് ഒന്ന് തെറ്റിയപ്പോൾ 3-ാം നിലയിൽ നിന്ന് ടേ എന്ന് പറഞ്ഞ് താഴേക്ക് കിടക്കുമ്പോൾ ആമീസൂത്രം അപ്പനും അമ്മയും നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരയാൻ പോവാ. ഫോടി കുത്തിക്കൊണ്ടിരുന്ന കൊച്ചിനെ ആമീസൂത്രം നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നതാണ് ഇപ്പോൾ ഈ അനുഭവം. ആമീസൂത്രം സഭ മുഴുവൻ ആമീസൂത്രം വിഷമിപ്പാണ്ടൊക്കെ കൊണ്ടുപോയി. അപ്പോസ്തലനായ പൗലോസ് ആമീസൂത്രം വേഗത്തിൽ താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവന്റെ മേൽ കൈവച്ചു. അവന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഈ ചെക്കന്റെ ദേഹത്തൊരു ചെറിയ ചതവോ മുറിവ് പോലും പറ്റിയിട്ടില്ല. അപ്പോസ്തലൻ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ജീവനുള്ള പഴയതുപോലെ എഴുന്നേറ്റ് വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്, ആത്മാവിന്റെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളില്ല. എനിക്കറിയാം ന്യായപ്രമാണത്തിന് ശക്തിയില്ലെന്ന് എനിക്കറിയാം. ശക്തിയില്ലെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ആ പ്രമാണം വിട്ടിട്ട് ഞാൻ ഈ പ്രമാണത്തിലേക്ക് വന്നത്. പിന്നെ എനിക്കറിയാം ഞാൻ ഗമാലിയലിന്റെ കീഴിൽ വിദ്യ അഭ്യസിച്ചപ്പോൾ എനിക്ക് സകല ജ്ഞാനമുണ്ട്, എനിക്ക് വശീകരണമുണ്ട്. പക്ഷെ വശീകരണത്തിന് ശക്തിയില്ലെന്ന് എനിക്കറിയാം. ലോകത്തിന്റെ ജ്ഞാനത്തിന് ശക്തിയില്ലെന്ന് എനിക്കറിയാം. ന്യായപ്രമാണത്തിന് ശക്തിയില്ലെന്നറിയാം. ശക്തി എവിടെയാ ഉള്ളതെന്നറിയാമോ? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൽ. അതുകൊണ്ട് ഞാൻ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് അങ്ങനെ അങ്ങ് പ്രസംഗിച്ചു പോകില്ല. അവിടെ നിന്നൊരു ശക്തി പ്രാപിച്ചിട്ടാണ്. അങ്ങനെയാണ് ഈ മരിച്ചവനെ എഴുന്നേൽപ്പിച്ചത്. ആകയാൽ ദൈവത്തിന്റെ പൈതലേ, ആമീസ്തോത്രം, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവാണ് നിന്റെ നാഥൻ. ആമേൻ. അവനിൽ ഒരു ശക്തി ഉണ്ട്, അവന്റെ നാമത്തിൽ ഒരു ശക്തി ഉണ്ട്. നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആ ശക്തി നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറ മരിച്ചു കിടക്കുകയായിരിക്കാം, അവന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അവൻ ആത്മീയമായി തകർന്നു കിടക്കുകയായിരിക്കാം. അതിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് ആമീസ്തോത്രം വിലപിക്കുന്ന മാതാവേ, പിതാവേ, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ഇല്ല, അവനൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ ജീവനുള്ള ദേഹിയായി എഴുന്നേറ്റ് വരിക മാത്രമല്ല, പിന്നത്തേതിൽ അവൻ വലിയ സാക്ഷിയായി തീരുകയും ചെയ്യും. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും.